ഹലോ എല്ലാവർക്കും ടെക് TV74ലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഒരു റാസ്ബെറി പൈ കോംബോ കിറ്റ് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു കിറ്റിൽ റാസ്ബെറി പൈ മാത്രമല്ല, അതിൻ്റെ കൂടെ അത്യാവശ്യം വേണ്ടി വരുന്ന ആക്സസറീസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. റാസ്ബെറി പൈ അധികം പരിചയമില്ലാത്തവർക്ക് വേണ്ടി മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ കാണാൻ മുകളിൽ വലതുവശത്ത് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ ഒരു 35 സെക്കൻഡ് സ്കിപ്പ് ചെയ്താൽ മതി. ഇത് PiBOX India ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എക്സ്പേർട്ട് കൂൾ കോംബോ എന്ന് പറയുന്ന ഒരു കിറ്റാണ്. MRP 10,000 രൂപയ്ക്ക് അടുത്താണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആമസോണിൽ ഏകദേശം 6,500 രൂപയ്ക്കാണ് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പാക്കേജ് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷനും പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സും കാണാം. GPIO പിൻസാണ് ഈ ലേബിൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിറ്റിൽ ഒരു കൂളിംഗ് ഫാൻ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ കണക്ട് ചെയ്യണമെന്നാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ലിസ്റ്റ് ചെയ്ത ഒരു ലീഫ്ലെറ്റ് കാണാം. പിന്നെ ഒരു ചെറിയ ക്യാരി പൗച്ച് തന്നിട്ടുണ്ട്. ഇത് ഈ കിറ്റിനെ കുറിച്ചുള്ള ഒരു മാനുവലാണ്. ഇവിടെ കുറേ ഡീറ്റെയിൽസും ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഥർനെറ്റ് ലാൻ കേബിൾ വരുന്നുണ്ട്. ഇത് മൈക്രോ HDMI ടു HDMI കേബിളാണ്. ഈ ഒരു കേബിൾ യൂസ് ചെയ്ത് റാസ്ബെറി പൈ മോണിറ്ററിലേക്കോ അല്ലെങ്കിൽ ഒരു TVയിലേക്കോ കണക്ട് ചെയ്യാം. ഇതാണ് പവർ കേബിൾ. USB Type A ടു Type C കേബിളാണ്. എക്സ്ട്രാ ഫീച്ചറായിട്ടൊരു ഓൺ ഓഫ് സ്വിച്ച് കൂടെ ഈ കേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് റീചാർജ് ചെയ്യാവുന്ന ഒരു മിനി വയർലെസ് കീബോർഡാണ്. കീബോർഡ് മാത്രമല്ല, കീബോർഡ് പ്ലസ് ഒരു ചെറിയ ടച്ച് പാഡും കൂടെ വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ RF റിസീവർ ഉണ്ട്. പിന്നെയുള്ളത് പവർ അഡാപ്റ്ററാണ്. 5 വോൾട്ട് 3 ആംപിയർ ആണ് ഔട്ട്പുട്ട്. ഇതാണ് റാസ്ബെറി പൈ വയ്ക്കാനുള്ള കേസ്. കേസിൻ്റെ മുകൾ ഭാഗത്ത് കൂളിംഗ് ഫാൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഈ ഒരു ഏരിയ കാണാം. റാസ്ബെറി പൈ കേസിൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഹീറ്റ് സിങ്ക്സ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ 3 ബ്ലോക്സിൽ ഇത് റാമിനും ഇത് പ്രോസസ്സറിനും പിന്നെ ഉള്ളത് USB കൺട്രോളർ ചിപ്പിനും വേണ്ടിയുള്ളതാണ്. ഈ ഒരു ബോക്സിലാണ് റാസ്ബെറി പൈ. ഇത് 4 GB വരുന്ന വേരിയൻ്റ് ആണ്. പുറകുവശത്ത് ഈ ഒരു മോഡലിൻ്റെ ഫീച്ചേഴ്സും ബാക്കി ഡീറ്റെയിൽസും എല്ലാം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാക്കേജ് തുറക്കുന്നതിന് മുമ്പ് കിറ്റിൽ ബാക്കിയുള്ള ആക്സസറീസ് കൂടെ നോക്കാം. ഇതൊരു മൈക്രോ SD കാർഡ് അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് റീഡറാണ്. ഇത് നേരത്തെ കണ്ട കേസിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കൂളിംഗ് ഫാനാണ്. ഏറ്റവും അവസാനമായി ഈ ഒരു മൈക്രോ SD കാർഡ് കൂടെയുണ്ട്. 32 GB ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഈ ഒരു മെമ്മറി കാർഡിൽ റാസ്ബെറി പൈക്ക് വേണ്ടിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് തരുന്നത്. അതാണ് ഈ ഒരു പാക്കേജ് ഓപ്പൺ ചെയ്ത് പിന്നെ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. ഇനി ഈ പാക്കേജ് തുറന്ന് റാസ്ബെറി പൈ പുറത്തെടുക്കാം. റാസ്ബെറി പൈ മാത്രമായിട്ട് വാങ്ങുമ്പോൾ ഇങ്ങനെ ഈ മിനിമലായ പാക്കേജിങ്ങിലായിരിക്കും വരുന്നത്. അകത്ത് റാസ്ബെറി പൈ പിന്നെ അതിൻ്റെ ഒരു യൂസർ മാനുവൽ മാത്രമേ ഉണ്ടാവൂ. റാസ്ബെറി പൈ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഹീറ്റ് സിങ്ക്സും പിന്നെ കേസും കൂളിംഗ് ഫാനും ഒക്കെ ഫിക്സ് ചെയ്യാം. ഈ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്ത് പ്രോസസ്സറിൻ്റെ മുകളിൽ ഒട്ടിക്കണം. പിന്നെ അതുപോലെ ബാക്കി വരുന്ന 2 ഹീറ്റ് സിങ്കുകളും ഫിക്സ് ചെയ്യാം. ഇനി റാസ്ബെറി പൈ ഇതിൻ്റെ കേസിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ കേസ് ശരിക്കും 3 പാർട്സായി ഡിസ്മാൻറ്റിൽ ചെയ്യാവുന്നതാണ്. ഒന്ന് ഈ ഒരു ടോപ്പ് പോർഷൻ, പിന്നെ ഉള്ള ഭാഗം ഇങ്ങനെ 2 പാർട്സായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇതിൽ ഈ ബേസ് ആയിട്ടുള്ള ഈ ഭാഗത്ത് റാസ്ബെറി പൈ ഡോക്ക് ചെയ്ത് മിഡിൽ പാർട്ട് മുകളിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉറപ്പിക്കാം. ഇതിൻ്റെ അലൈൻമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇനി കൂളിംഗ് ഫാൻ ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഫാൻ വെക്കുന്നത്. ഇതുപോലെ ഈ ചെറിയ നട്ട് ആൻഡ് ബോൾട്ട് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യാം. കണക്ഷൻ കൊടുക്കുമ്പോൾ കൂളിംഗ് ഫാൻ നേരിട്ട് GPIO പിൻസിലാണ് കണക്ട് ചെയ്യുന്നത്. ഈ ചുവപ്പ് വയർ 5 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഈ പിന്നിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ കറുത്ത വയർ തൊട്ടടുത്തുള്ള ഗ്രൗണ്ട് പിന്നിലേക്കും കണക്ട് ചെയ്യാം. ഈ GPIO പിൻസിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. കൂടെ ഈ പിന്നുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊജക്റ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ ഒരു ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്ത് പവർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക. തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.